വെൽക്കം ടു അമേസിങ് കേരള കിച്ചൺ. അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ശർക്കര, കറുത്ത എള്ള്, മട്ടയരിയുടെ അവൽ, അണ്ടിപ്പരിപ്പ്, ബദാം, കറുത്ത ഉണക്കമുന്തിരി, നെയ്യ്, ചിരവിയ തേങ്ങ, ഏലക്ക പൊടിച്ചത്. ആദ്യമായി ഒരു 300 ഗ്രാം ശർക്കര പാനിയാക്കിയിട്ട് മാറ്റി വെക്കുക. മധുരം കുറവ് മതിയെങ്കിൽ ഒരു 200 ഗ്രാം മതിയിരിക്കും. ഒരു ഉരുളി ഉണ്ടെങ്കിൽ അത്, എൻ്റെ അടുത്ത് ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ചട്ടി എടുത്തിട്ടില്ല, ചീനച്ചട്ടി. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് ബദാം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുവാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കപ്പിൻ്റെ ഒരു അരക്കപ്പ് ഉണ്ടാവും ബദാം. ഒരു പിടി എന്ന് പറയാം, ഒരു കൈപ്പിടി. ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പിടി കാഷ്യൂനട്ട് ഞാൻ അതും പീസാക്കിയിട്ടുണ്ട്. അതും വറുത്ത് കോരി മാറ്റി വെക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതും വറുത്ത് മാറ്റി വെക്കുക. ഇതിപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു 1.5 പിടിയോളം കറുത്ത ഉണക്കമുന്തിരി ഇതുമാതിരി വറുത്ത് മാറ്റി വെക്കുക. കറുത്ത മുന്തിരി തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് കുറച്ചും കൂടെ ഹെൽത്തി മറ്റതിനെക്കാളും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നെയ്യ് ഏകദേശം വറ്റി തുടങ്ങി. അതിൽ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇട്ടിട്ട് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ കറുത്ത എള്ള് ഒരു 2 മിനിറ്റോളം വറുത്ത് മാറ്റി വെക്കുവാണ്. ഒരു 1.5-2 മിനിറ്റ് മതിയാവും. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. ഇനി നമ്മൾ ഒരു തേങ്ങയുടെ ഒരു മുറി ചിരവിയതുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക. അതങ്ങനെ വറുത്തെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ നെയ്യ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ശർക്കരയിൽ വരട്ടിയെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ അത് മാറ്റി വെക്കുവാണ്. ഇനി വേറെ ഒരു പാത്രത്തിൽ, കുറച്ച് വലിയൊരു പാത്രത്തിൽ നേരത്തെ ആക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചൊന്ന് തിളപ്പിക്കുവാണ്. കുറച്ചൊന്ന് തിക്കാവുന്നവരൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ തേങ്ങ, നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച ചിരവിയ തേങ്ങ ഇതിൽ മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഇതിൽ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചെറിയ കട്ടിയാവുന്നത് വരെ നന്നായി തിളച്ച് വരുവാണ്. കുറച്ചും കൂടെ കട്ടിയാവേണ്ടതുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇതിൽ 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 കിലോ അവൽ ഞാൻ മാറ്റി വെക്കുവാണ് ഇതിലേക്ക് ഇടാൻ വേണ്ടി. ഇതിൻ്റെ കൊഴുപ്പ് നമുക്കൊന്ന് നോക്കാം. ഇത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ ഇതിലേക്ക് മിക്സ് ചെയ്യാം. 1/2 കിലോ അവൽ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ മിക്സായി. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും ഉണക്കമുന്തിരിയും ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. പിന്നെ മാറ്റി വെച്ച എള്ളുണ്ട്, അതും കൂടെ മിക്സ് ചെയ്യാണ്. എല്ലാം ഇപ്പം നന്നായിട്ട് മിക്സായി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഒരാഴ്ച വരെ 1-2 ആഴ്ച വരെ സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.